നമ്മുടെ സംസ്ഥാനത്തിന് ലഭിച്ചുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സുകൾ അടഞ്ഞു തുടങ്ങിയിരിക്കുന്നു കേന്ദ്രത്തിൽ നിന്ന്. അതിനുദാഹരണത്തിന് 10ാം ധനകാര്യ കമ്മീഷനിൽ നിന്ന് 15ലേക്ക് എത്തുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട, പ്രത്യേകിച്ച് കേരളത്തിന് ലഭിക്കേണ്ട നികുതിയിൽ നിന്ന് 3.5 നിന്ന് 1.92 മാറിയിരിക്കുന്നു. ഐ അഗ്രി. പക്ഷെ മാത്യു കുൽനാടൻ ഇപ്പോൾ പുറത്തുവിട്ടൊരു കണക്കുണ്ട്. കേരളത്തിലാണ് 15ാം ധനകാര്യ കമ്മീഷൻ പ്രകാരം ഏറ്റവും കൂടുതൽ ധനസഹായം, അത് കേന്ദ്ര നികുതി ഇനത്തിലും നികുതിയേതര വിഹിതത്തിലുമായി കേരളത്തിന് കിട്ടുന്നത് 53,170 കോടി രൂപ മറ്റേത് സംസ്ഥാനത്ത് കിട്ടുന്നുണ്ട്. കേരളത്തിനല്ലേ കേന്ദ്രത്തിന്റെ ഏറ്റവും വലിയ ധനസഹായം ഫിനാൻസ് കമ്മീഷൻ വഴി കിട്ടുന്നത്? ഫിനാൻസ് കമ്മീഷന്റെ തീർപ്പിന്റെ 80% നികുതിയാണ്, 20% ഗ്രാന്റ്. ആ 80%-ത്തിലാണ് 3.8 നിന്ന് 1.9 ആയത്. അപ്പോ നമ്മൾ ഭയങ്കരമായിട്ട് എതിർത്തു. ഒറ്റക്കല്ല, ഇങ്ങനെ നികുതി വിഹിതം കുറയാൻ സാധ്യതയുള്ള സംസ്ഥാനങ്ങളെല്ലാം കൂട്ടി എതിർത്ത് തമിഴ്നാട്ടിലെ രാഷ്ട്രീയ പ്രശ്നമായപ്പോഴാണ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് പുനഃസ്ഥാപിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. യഥാർത്ഥത്തിൽ 15ാം ധനകാര്യ കമ്മീഷന്റെ പരിഗണനാ വിഷയത്തിൽ പറഞ്ഞതെന്താണെന്നറിയാമോ? ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് തുടരേണ്ടതുണ്ടോ? ഇഫ് അറ്റ് ഓൾ ഇറ്റ് ഷുഡ് ബി കണ്ടിന്യൂഡ്. എന്തൊരു കവലിയർ സ്റ്റേറ്റ്മെന്റ് ആണ്. അത് വിഴുങ്ങേണ്ടി വന്നു. കേരളത്തിന് ഗുണം കിട്ടി, പക്ഷേ അത് കഴിഞ്ഞ വർഷം അവസാനിച്ചു. അത് നമ്മുടെ മികച്ച ടാക്സ് പിരിവ് കൊണ്ടും നമ്മുടെ റവന്യൂ ചെലവ് കുറയ്ക്കാനും കഴിഞ്ഞു. അത് അവസാനിച്ചു, കോമ്പൻസേഷൻ അവസാനിക്കുന്നു. അപ്പോഴും നമ്മൾ ഫുള്ളായിട്ടില്ല. ഈ മികച്ച നികുതി പിരിവ് 4-5 വർഷം നീണ്ടു നിന്നാലേ ഈ തകർച്ച ഇടവ് നികത്തി മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പൊ ആ മർമ്മത്തെ അടിക്കണേ, ആ സന്ദർഭം നോക്കി കേന്ദ്രം നമുക്ക് തന്നെയുള്ള ഗ്രാന്റുകൾ കുടിശ്ശിയാക്കുന്നു, നമ്മുടെ വായ്പ വെട്ടിക്കുറയ്ക്കുന്നു, പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നു. നോക്കൂ, ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രചരണം ഇടതുപക്ഷത്തു നിന്നുണ്ടാവുന്നു. മുഖ്യമന്ത്രി തന്നെ ഇത് അവതരിപ്പിക്കുന്നു. 57,400 കോടി രൂപ, കുറച്ചുകൂടി വിശാലമാക്കി പറഞ്ഞാൽ ഗ്രാന്റിന്റെ കുടിശ്ശിക കൂടി കൂട്ടിയാൽ 61,000 കോടി രൂപ എന്നൊരു കണക്ക് കേരളത്തിന്റെ പൊതുജന സമക്ഷം ഇടതുപക്ഷം വയ്ക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ഇൻ അബ്സല്യൂട്ട് ടേംസ് ശരിയായ ഒരു കണക്കാണോ? കാരണം GST കോമ്പൻസേഷൻ നമുക്ക് ലഭിക്കാൻ ഇനി നിയമപരമായി കേന്ദ്രത്തിന് ബാധ്യതയില്ലാത്തതാണ്. GST കോമ്പൻസേഷന്റെ കാലാവധി കഴിഞ്ഞു. അപ്പോൾ കാലാവധി കഴിഞ്ഞ ഒന്നിന്റെ കൂടി 19,000 കോടി അതിലേക്ക് കൂട്ടിച്ചേർക്കുന്നു. ഫിനാൻസ് കമ്മീഷൻ ഇത്രയേ കിട്ടുകയുള്ളൂ. 1.92 കിട്ടുമ്പോഴും കേരളത്തിനാണ് ഏറ്റവും കൂടുതൽ ഫിനാൻസ് കമ്മീഷന്റെ ധനസഹായം കിട്ടുന്നതെന്ന് കണക്കുകൾ പറയുന്നു. അപ്പോൾ ആ കണക്കിലും വ്യത്യാസമില്ല. റവന്യൂ ഡെഫിസിറ്റ് 8,000 കോടി എന്ന് പറയുന്നു. ഇനി റവന്യൂ ഡെഫിസിറ്റ് നമുക്ക് കിട്ടില്ല, ഇത് നമുക്ക് അറിയാവുന്നതല്ലേ. അത് തന്നെ ഞാൻ പറയുന്നേ. ഈ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കഴിഞ്ഞ വർഷം കൊണ്ട് അവസാനിച്ചു, കോമ്പൻസേഷനും കഴിഞ്ഞ വർഷം കൊണ്ട് അവസാനിച്ചു. സ്വാഭാവികമായിട്ട് ഈ വർഷം ഒരു തിങ്ങല് വരും. ഇതാണ് കേരളത്തിലെ ധനമന്ത്രി പറഞ്ഞുകൊണ്ടിരുന്നത്. ആ സന്ദർഭം നോക്കിയിട്ടാണ് കേന്ദ്ര സർക്കാർ ഈ വായ്പ വെട്ടിക്കുറച്ചത്. കേന്ദ്ര സർക്കാർ കുടിശ്ശികയുണ്ടായി. വളരെ ബോധപൂർവം സംസ്ഥാനത്തെ ഒരു പ്രതിസന്ധിയിലേക്ക്. പക്ഷേ ഡോക്ടർ തോമസ് ഐസക് അങ്ങ് പറഞ്ഞത് വായ്പാ പരിധി വെട്ടിക്കുറച്ചു എന്നാണ്. വായ്പാ പരിധി വെട്ടിക്കുറച്ചിട്ടില്ലല്ലോ. അതെങ്ങനെയാണ്? FB വഴി മാത്രമല്ലേ വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കാൻ സാധിക്കൂ? അത് ഭരണഘടനാപരമായി നമുക്ക് 3% എന്നുള്ളതിന്റെ 1% കുറച്ചിട്ടുണ്ടോ? അപ്പൊ എന്താണ്? എനിക്ക് 3 ചോദ്യം ചോദിക്കാനുള്ളത്. ഒന്നാമത്തെ ചോദ്യം, ഈ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്, കിഫ്ബി ആൻഡ് പെൻഷൻ ഫണ്ട്, കിഫ്ബി പോലുള്ള സ്ഥാപനങ്ങൾ എടുക്കുന്ന വായ്പ ഇതുവരെ സംസ്ഥാനത്തിന്റെ കടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? കേന്ദ്രത്തിന്റെ കടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ചോദ്യം നമ്പർ 1. 2, കേന്ദ്രം ഇപ്പോഴും ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ഉണ്ടല്ലോ, അതേതെങ്കിലും ഈ വർഷത്തെയും കടബാധ്യത ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? മൂന്നാമത്തെ ചോദ്യം, ഇനി സംസ്ഥാനത്തിനുള്ള നിയമം അങ്ങ് മാറ്റിന്നിരിക്കട്ടെ, മുൻകാല പ്രാബല്യം എങ്ങനെ കൊടുക്കുന്നത്? ഇതുവരെ നിങ്ങൾ തുടരാത്ത ഒരു ചട്ടം ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടേ കിഫ്ബി എന്ന് തുടങ്ങിയോ അന്ന് മുതലെടുത്ത വായ്പ ഞങ്ങൾ ഉറക്കുമെന്നാ പറയുന്നത്. എന്ത് ന്യായമെന്ന്, സ്വാഭാവിക നീതി. ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി മാനേജ്മെന്റ് ആക്ട് പ്രകാരം നിലവിൽ കേരളത്തിന് ഈ കിഫ്ബിക്ക് കൊടുക്കുന്ന ഗ്യാരണ്ടി അത് സ്റ്റേറ്റിന്റെ ഗ്യാരണ്ടിയാണ്. ഇല്ല, 2003 നിയമം ഉണ്ടായത്. ഈ 2021 വരെ ഈ നിർമ്മലാ സീതാരാമൻ ഇടപെട്ട് പ്രഖ്യാപനം നടത്തുന്നവരെ
ഏതെങ്കിലും കാലത്ത് കിഫ്ബി പോലെയുള്ള ഏതെങ്കിലും സ്ഥാപനം എടുത്ത വായ്പ കേന്ദ്രത്തിലോ സംസ്ഥാനത്തോ കടത്തിപ്പെടുത്തിയിട്ടുണ്ടോ? ടെൽ മീ വൺ ഇൻസ്റ്റൻസ്.